കൃഷ്ണ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, പലപ്പോഴും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നാമം ജപിക്കണം എന്നല്ലേ. അതിൻ്റെ മഹത്വം വേറെ ലെവൽ തന്നെയാണ് അല്ലേ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ നാമജപം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്? നാമം ജപം ഇത് കേട്ടിട്ടുണ്ട്, ചിലർക്ക് അറിയായിരിക്കും, ഇന്ന് അറിയാത്തവരുണ്ടാവും. നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നാമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, പേര്. ജപം എന്ന് പറഞ്ഞാലോ നിരന്തരം ഉരുവിടുന്നത് എന്തോ അതാണ് ജപം. ഉരുവിടുക, നിരന്തരം ഉരുവിടുക എന്നാണ് ജപത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഭക്തിയോടുകൂടെ, ഭഗവാനോടുള്ള പ്രേമഭക്തി ഭാവത്തോടുകൂടെ ഭഗവാന്റെ പേര് ഇങ്ങനെ ജപിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നാമജപത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. നാമജപത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സമാധാനം. ഒരു മനുഷ്യന് ഏറ്റവും അധികമായിട്ട് വേണ്ട ഒരു കാര്യമാണ്, ഒന്നുമില്ലെങ്കിൽ സമാധാനം അല്ലേ. പിന്നെന്താ? ഏകാഗ്രത വരും നമുക്ക് നാമം ജപിക്കുന്നതിലൂടെ. പിന്നെ അനാവശ്യ ചിന്തകളൊക്കെ അങ്ങോട്ട് നശിപ്പിക്കുക നാമജപം. നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നല്ല, നമുക്കാവുന്നത്ര ദിവസം എത്രത്തോളം ഭഗവാന്റെ നാമം ഉരുവിടാൻ കഴിയുമോ, ആ ദേവിയുടെ നാമം ഉരുവിടാൻ കഴിയുമോ, അത്രയും ഉരുവിട്ട ആർക്കാ ഗുണം? നമുക്ക് തന്നെ. അതുകൊണ്ട് മാക്സിമം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. മറ്റു ചിന്തകളൊന്നും നമ്മളെ ആക്രമിക്കാൻ വരില്ല. ദുഷ്ചിന്തകളും ദുഷ്വിചാരങ്ങളും ഒന്നും ഉണ്ടാവില്ല നമുക്ക്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അതുപോലെ ശാന്തമായ ഒരിടത്തിരുന്ന് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമുക്ക് ആ ഒരു എനർജി പവർ, പോസിറ്റീവ് എനർജി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ചിന്തകളും ദുഷ്വികാരങ്ങളും ദുഷ്വിചാരങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് നശിച്ചു പോയാൽ പിന്നെ ഒരു മനുഷ്യൻ പോസിറ്റീവ് അല്ലേ. സമാധാനവും ആ മനുഷ്യൻ എപ്പോഴും ഉണ്ടാകും. അപ്പം നാമജപത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പിന്നെ അതുപോലെ നാമം ജപിക്കാനായിട്ട് ഇപ്പോഴുള്ള കാലത്ത് കൗണ്ടിങ് മെഷീൻ ഉണ്ട്, ജപമാല ഉണ്ട് അല്ലേ. അതൊക്കെ ഉപയോഗിച്ച് നാമം ജപിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത്ര ഞാൻ ജപിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം അത് വെച്ച് ജപിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് അത് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്തൊക്കെയാ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അത് ലിമിറ്റ് ഇല്ലാണ്ട് അൺലിമിറ്റഡായിട്ട് ജപിക്കുക. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. നാമജപം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ചിലർ പറയും, ഞാൻ 1 വർഷമായി ജപിക്കുന്നു, 2 വർഷമായി ജപിക്കുന്നു, എന്നിട്ട് എന്ത് മാറ്റം? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് വെറും തോന്നലാണ് കേട്ടോ, അത് വെറും തോന്നലാണ്. നമ്മുടെ കർമ്മഫലങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മൾ എങ്ങനെ നാമം ജപിക്കും തോറും അത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഭഗവാൻ അറിയാം. 1 മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നാമം അൺലിമിറ്റഡായിട്ട് ജപിച്ചു നോക്ക്. ഇത്ര സംഖ്യ വെക്കാണ്ട് അൺലിമിറ്റഡായിട്ട് ജപിക്കുക. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നെ നാമജപം അറിയാത്തവരില്ലല്ലോ. ഹരേ കൃഷ്ണ ഹരേ രാമ മഹാമന്ത്രം തന്നെ ഉണ്ട്. പിന്നെ രാധ 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 ഇത് തന്നെ ജപിക്കാലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവീദേവന്മാർ ആരാണോ അവരെ മനസ്സിൽ കണ്ട് അത് ഉരുവിടുക, ആ നാമജപം ഉരുവിടുക. അപ്പോൾ ഇന്ന് മുതൽ സമാധാനത്തോടുകൂടെ, ശാന്തതയോടെ, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നാമം ജപിച്ചു തുടങ്ങുക. നാമം ജപിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെ വഴിയേ വന്നോളും. ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡായിട്ട് ചൊല്ലുക കേട്ടോ. ഹരേ കൃഷ്ണ, രാധേ രാധേ.